നമസ്കാരം. ഫാർമ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് ചെറുകിട ബിസിനസ്സുകൾക്കിടയിൽ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയെ പിന്നോട്ട് വലിക്കുന്ന ഒരു ധാരണ. എന്താണ് ആ മിഥ്യാധാരണ? നമുക്ക് നോക്കാം. അപ്പോ എന്താണ് ഈ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന QMS? ഈ വാക്ക് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് വലിയ വലിയ മൾട്ടിനാഷണൽ ഫാർമ കമ്പനികളായിരിക്കും, അല്ലേ? ചെറിയ ബിസിനസ്സുകൾക്ക് ഇതൊന്നും താങ്ങാൻ പറ്റില്ല, ഇത് ഭയങ്കര ചെലവുള്ള ഏർപ്പാടാണ്, ഇങ്ങനെയൊക്കെയാവും നമ്മളിൽ പലരും ചിന്തിക്കുന്നത്, ശരിയല്ലേ? എന്നാൽ കേട്ടോളൂ, ഈയൊരു തെറ്റിദ്ധാരണയാണ് നമ്മളിന്ന് പൊളിച്ചെടുക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വളരെ സാധാരണമായ ഒരു ചിന്താഗതിയാണ്. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ്. നിയമങ്ങൾ നടപ്പിലാക്കുന്ന റെഗുലേറ്ററി അതോറിറ്റികളുണ്ടല്ലോ, അവർ ചിന്തിക്കുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അവരുടെ കണ്ണിൽ കാര്യങ്ങൾ വളരെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തെ ഒന്ന് പുതിയ രീതിയിൽ സമീപിച്ചാലോ? ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, അതായത് QMS, അത് നിങ്ങളുടെ ബിസിനസ്സിന് ഒരു അധിക ഭാരമാണോ, അതോ പ്രതിസന്ധികളിൽ താങ്ങായി നിൽക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റമാണോ? ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്. റെഗുലേറ്റർമാരുടെ മുന്നിൽ നിങ്ങളുടെ കമ്പനി ചെറുതാണോ വലുതാണോ എന്നതൊരു വിഷയമേ അല്ല. നിയമം എല്ലാവർക്കും ഒന്നുതന്നെയാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു QMS യഥാർത്ഥത്തിൽ ഒരു ഭാരമേ അല്ല, മറിച്ച് അതൊരു വലിയ സപ്പോർട്ട് സിസ്റ്റമാണ്. അനാവശ്യ പേപ്പർ വർക്കുകളും സങ്കീർണതകളുമാണെന്ന് ചിന്തിക്കുന്നതിനു പകരം അതൊരു മുതൽക്കൂട്ടാണെന്ന് ചിന്തിച്ചു നോക്കൂ. അത് എങ്ങനെയാണെന്നല്ലേ പറയാം. ഒന്നാലോചിച്ചു നോക്കൂ. ചെറിയ കമ്പനികളിൽ പലപ്പോഴും ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട സ്റ്റാഫുണ്ടാകും, എല്ലാ കാര്യങ്ങളും അറിയുന്നവര്, അല്ലേ? ഒരു ദിവസം അവർ ജോലി നിർത്തിപ്പോയാൽ എന്ത് സംഭവിക്കും? ആ കമ്പനിയുടെ അറിവും അനുഭവസമ്പത്തും കൂടിയാണ് അവരോടൊപ്പം പോകുന്നത്. എന്നാൽ ഒരു നല്ല QMS ഉണ്ടെങ്കിലോ, അറിവുകൾ വ്യക്തികളെ ആശ്രയിച്ചു നിൽക്കില്ല, അത് സിസ്റ്റത്തിന്റെ ഭാഗമാകും. ശരി, നിയമം എല്ലാവർക്കും ഒന്നാണെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഒരു ചെറിയ കമ്പനിയിൽ നിന്ന് റെഗുലേറ്റർമാർ എന്താണ് ശരിക്കും പ്രതീക്ഷിക്കുന്നത്? അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെയാണ് നമുക്കൊരു ആശ്വാസമുള്ളത്. 10 പേർ ജോലി ചെയ്യുന്ന നിങ്ങളുടെ കമ്പനിയിൽ 10,000 പേരുള്ളൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ അത്രയും സങ്കീർണമായൊരു സിസ്റ്റം ആരും പ്രതീക്ഷിക്കുന്നില്ല. റെഗുലേറ്റർമാർക്കും അതറിയാം. പക്ഷേ ഗുണനിലവാരത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, അത് നിങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം. വ്യാപ്തിയല്ല, അടിസ്ഥാനമാണ് പ്രധാനം. റെഗുലേറ്റർമാർ ഒരു ഇൻസ്പെക്ഷന് വരുമ്പോൾ എന്താകും നോക്കുക? വെറുതെ വന്ന് പേപ്പർ നോക്കി പോവുകയല്ല, അവർ ചില അടിസ്ഥാന കാര്യങ്ങൾ ഉറപ്പായും പരിശോധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡോക്യുമെന്റ് കൺട്രോൾ. അതായത് കമ്പനിയിലെ എല്ലാവരും ഒരേ ഇൻസ്ട്രക്ഷൻസ് തന്നെയാണോ ഫോളോ ചെയ്യുന്നത്? പിന്നെ ഡീവിയേഷൻ മാനേജ്മെന്റ്, എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ അതിനെങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അതുപോലെ ചേഞ്ച് കൺട്രോൾ, കാപ്പ, ട്രെയിനിങ്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഒരു നല്ല ഫാർമ QMSന്റെ നട്ടെല്ല്. ഇതൊന്നുമില്ലാതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. 100 കണക്കിന് പേജുകളിലുള്ള ഡോക്യുമെന്റുകളോ സങ്കീർണമായ പ്രോസസ്സുകളോ അല്ല ഒരു നല്ല QMSന്റെ ലക്ഷണം. നിങ്ങളുടെ സിസ്റ്റം എത്രത്തോളം ലളിതമാണ്, പ്രായോഗികമാണ്, റിസ്ക് അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നതിലാണ് കാര്യം. കാര്യക്ഷമതയാണ് പ്രധാനം, അല്ലാതെ സങ്കീർണതയല്ല. ശരി, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് പലപ്പോഴും ചെറിയ ഫാർമ കമ്പനികൾ റെഗുലേറ്ററി നടപടികളിൽ കുടുങ്ങിപ്പോകുന്നത്? എന്താണതിന്റെ യഥാർത്ഥ കാരണം? എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലെ ഉത്തരം? ഒരു പക്ഷേ പണമില്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ടാവാം, അല്ലേ? എന്നാൽ സത്യം അതൊന്നുമല്ല. യഥാർത്ഥ ഉത്തരം ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പ്രശ്നം പണത്തിന്റെയോ ആളുകളുടെയോ കുറവല്ല. അതല്ല യഥാർത്ഥ വില്ലൻ. അതൊരു വലിയ തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഇവയാണ്: ഒരു നിയന്ത്രണവുമില്ലാതെ പ്രോസസ്സുകളിൽ മാറ്റം വരുത്തുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വൈകുന്നത്, ഫലപ്രദമല്ലാത്ത CAPC, അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കാനും വീണ്ടും വരാതിരിക്കാനും എടുക്കുന്ന നടപടികൾ ദുർബലമാകുന്നത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്: ശക്തമായ ഒരു ക്വാളിറ്റി സിസ്റ്റത്തിന്റെ അഭാവം. അപ്പോൾ പ്രശ്നം പണമല്ല, സിസ്റ്റമാണ്. അപ്പോഴിതെല്ലാം കേട്ടപ്പോ നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഇതെല്ലാം നമ്മളെ ഒരൊറ്റ സത്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഈ ചർച്ചയുടെ കാതലായ ആശയത്തിലേക്ക് നമുക്ക് വരാം. ഈ ആശയം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. വലിപ്പമല്ല, കരുത്താണ് പ്രധാനം. അതുപോലെ ഒരു ചെറിയ കമ്പനിക്ക് വളരെ ശക്തമായ ഒരു QMS ഉണ്ടെങ്കിൽ ഇൻസ്പെക്ഷനുകളിൽ ദുർബലമായ സിസ്റ്റമുള്ള ഒരു വലിയ ഭീമൻ കമ്പനിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും.
ക്വാളിറ്റിയുടെ ഈ മത്സരത്തിൽ നിങ്ങളുടെ സിസ്റ്റമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. QMS എന്നത് നിങ്ങളുടെ കമ്പനി എത്ര വലുതാണെന്നതിനെക്കുറിച്ചുള്ള ഒരു കണക്കല്ല, മറിച്ച് നിങ്ങളുടെ സിസ്റ്റത്തിന് എത്രത്തോളം കരുത്തുണ്ട്, നിയന്ത്രണമുണ്ട്, തുടർച്ചയുണ്ട് എന്നതിനെക്കുറിച്ചാണ്. അതുതന്നെയാണ് വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഈ ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. യഥാർത്ഥ ചോദ്യം ഇതാണ്: നിങ്ങളുടെ കമ്പനി എത്ര വലുതാണെന്നല്ല, മറിച്ച് നിങ്ങളുടെ സിസ്റ്റം എത്രത്തോളം ശക്തമാണ്. അതിനെ ഒരു ഭാരമായി കാണാതെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? ചിന്തിക്കുക. ഉത്തരം നിങ്ങളുടെ കൈകളിലാണ്.